സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏത്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പലാണ് MV ഗംഗാവിലാസ്. കപ്പലിന്റെ പേര് MV ഗംഗാവിലാസ്. പ്രത്യേകത: ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്നത്. അമൃത് ഉദ്യാൻ. പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ്. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ്. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര പഞ്ചായത്താണ് കുളത്തുപുഴ. ഏത് പഞ്ചായത്താണ്? കുളത്തുപുഴ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്താണ് പുല്ലമ്പാറ പഞ്ചായത്ത്. പുല്ലമ്പാറ പഞ്ചായത്ത്. പ്രത്യേകത എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്താണ് പുല്ലമ്പാറ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആരാണ്? നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ആതിര പ്രീത റാണി. ആതിര പ്രീത റാണി. കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് എവിടെയാണ്? കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ. CSIRന്റെ മേധാവിയായ ആദ്യ വനിത. CSIRന്റെ മേധാവിയായ ആദ്യ വനിത N. കലൈശെൽവിയാണ്. N. കലൈശെൽവി. CSIRന്റെ മേധാവിയായ ആദ്യത്തെ വനിതയാണ് N. കലൈശെൽവി. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യത്തെ സൗദി അറേബ്യൻ വനിതയാണ് അനൗദ് അൽ അസ്മരി. അനൗദ് അൽ അസ്മരി. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിതയാണ് അനൗദ് അൽ അസ്മരി. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി അവതരിപ്പിക്കുന്ന കേന്ദ്ര വകുപ്പ് ഏതാണ്? ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. പദ്ധതിയുടെ പേര് ഒരു ജില്ല ഒരു ഉൽപ്പന്നം. ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായി അംഗീകരിച്ച സംഘടന. ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായി അംഗീകരിച്ച സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭ. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെന്റിന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം
വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെന്റ് ആവശ്യമായ കുറഞ്ഞ പ്രായം 17 വയസ്സാണ്. 17 വയസ്സ്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് മഹാബലിപുരം. മഹാബലിപുരം. ഏത് കൃതിയാണ് EV രാമകൃഷ്ണനെ വിലാസിനി അവാർഡിന് അർഹനാക്കിയത്? ഏത് കൃതിയാണ് EV രാമകൃഷ്ണനെ വിലാസിനി അവാർഡിന് അർഹനാക്കിയത്? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് EV രാമകൃഷ്ണനെ വിലാസിനി അവാർഡിന് അർഹനാക്കിയത്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. തത്ത വരാതിരിക്കില്ല എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിന്റെ പേര് തത്ത വരാതിരിക്കില്ല. പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻ പിള്ള. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏത്? സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം S. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം S. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ. INS വിക്രാന്ത് നിർമ്മിച്ചത് ഏത് കപ്പൽ നിർമ്മാണശാലയിലാണ്? INS വിക്രാന്ത് നിർമ്മിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല. ലോകത്ത് ആദ്യമായിട്ട് സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിലാണ് ആദ്യമായിട്ട് സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചത്. സർക്കാർ ഉടമസ്ഥതയിലെ രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? സർക്കാർ ഉടമസ്ഥതയിലെ രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഗർഭാശയ ഗള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ ഏതാണ്? ഗർഭാശയ ഗള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ ആണ് സർവാവാക്. വാക്സിന്റെ പേര് സർവാവാക്. എന്തിനെതിരെയാണ്? ഗർഭാശയ ഗള അർബുദത്തിനെതിരെ. ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ അറബ് രാജ്യം ഏതാണ്? ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ അറബ് രാജ്യമാണ് ഖത്തർ. 2026 ഫിഫ ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുക? 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായിട്ടാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യം ഏതാണ്? മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. പേര് ആർട്ടമിസ്. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായ മലയാളി ആരാണ്? എവിടത്തെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായ മലയാളിയാണ് CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ്. പോഷണ ബാല്യം പദ്ധതിയുടെ ആപ്തവാക്യം. പോഷണ ബാല്യം പദ്ധതിയുടെ ആപ്തവാക്യമാണ് കുട്ടിക്കുരുന്നുകൾക്ക് ഇരട്ടിക്കരുത്ത് എന്നത്. കുട്ടിക്കുരുന്നുകൾക്ക് ഇരട്ടിക്കരുത്ത് എന്നതാണ് പോഷണ ബാല്യം പദ്ധതിയുടെ ആപ്തവാക്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്ന സ്ഥാപനം ഏതാണ്? എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്നത് അഗ്നികുലാണ്. അഗ്നികുൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് PT ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ.
ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ ഏത്? ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയുവാനായിട്ട് CBI നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗരുഡ. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം? ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ വ്യാപാര വിപണി ആരംഭിച്ച രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ വ്യാപാര വിപണി ആരംഭിച്ച രാജ്യം ചൈനയാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന സ്ഥലം? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന സ്ഥലം ഹാൻലെ ഗ്രാമമാണ്. ലഡാക്കിലെ ഹാൻലെ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ഹുബ്ബള്ളിയാണ്. കർണാടകയില് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ഹുബ്ബള്ളി. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത്? ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഗോരഖ്പൂരാണ്. ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത്. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം പേര് ജ്വാല എന്നാണ്. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ജ്വാല. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഇ-മുറ്റം. പദ്ധതിയുടെ പേര് ഇ-മുറ്റം. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഇ-മുറ്റം. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്? കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് പള്ളിത്തോട്ടമാണ്. കൊല്ലം ജില്ലയിലെ പള്ളിത്തോട്ടം കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് പള്ളിത്തോട്ടം, കൊല്ലം ജില്ല. ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ച കാശ്മീരിലെ ജില്ല ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ച ജമ്മു കാശ്മീരിലെ ജില്ലയാണ് ദോഡ. ജില്ലയുടെ പേര് ദോഡ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ്. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത് അരിസോണയാണ്. US-ലെ അരിസോണ. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രാങ് ലൈസൻസ് നേടിയ വനിത ആരാണ്?
കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രോങ് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം. പദ്ധതിയുടെ പേര് നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് നവകിരണം. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ജ്യോതി. ലക്ഷ്യം എന്താണ്? കേരളത്തിലെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. ട്രെയിനുകളുടെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം. ട്രെയിനുകളുടെ കൂട്ടിയിടി തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്. പേര് കവച്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മെത്തനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മെത്തനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ബംഗളൂരു. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? എന്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ്? ആധാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. ചാറ്റ് ബോട്ടിന്റെ പേര് ആധാർ മിത്ര. കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിന്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി, ദി സൈലന്റ് ക്യൂ. കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിന്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഹർമൻപ്രീത് കൗർ. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹർമൻപ്രീത് കൗർ. ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായിട്ടൊരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി റാംപാലിന്റെ പേരിലാണ്. റാണി റാംപാൽ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യാക്കാരനാണ് അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസറാണ് ഇന്ദ്ര. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേര്? മത്സ്യ 6000. സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേരാണ് മത്സ്യ 6000. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം.
കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ബീറ്റ്സ്. പദ്ധതിയുടെ പേര് ബീറ്റ്സ്. എന്താണ്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ബീറ്റ്സ്. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി. ഏനി അവാർഡ്. ഉത്തരം വരുന്നത് ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ്. ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. ആപ്ലിക്കേഷന്റെ പേര് വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് കാർഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് കാർഡാണ് കലങ്ങുമുകൾ പുനലൂർ നഗരസഭ. പുനലൂർ നഗരസഭയിലെ കലങ്ങുമുകളാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷന്റെ പേര് ഈറ്റ് റൈറ്റ് കേരള. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. പദ്ധതിയുടെ പേര് അനന്യ മലയാളം. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റാണ് കോട്ടയം. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ്. രക്തദാനത്തിനായിട്ട് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറിലാണ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവിയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് സൂറത്തിലാണ്. സൂറത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. വാർത്താ ചാനലായ ഒഡീഷ TVയിലാണ് നിസയെ അവതരിപ്പിച്ചത്. ലിസ. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കാണ് ജിയോ ബുക്ക്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ദാൽ തടാകത്തിലാണ്. ദാൽ തടാകം. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസർ അർജുൻ പാണ്ഡ്യനാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷനാണ് ഗ്രാം മൺചിത്ര. ഗ്രാം മൺചിത്ര. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ്. പദ്ധതിയുടെ പേര് കനവ്. വെള്ളത്തിൽ നിന്ന് ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി അമൃത് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT മദ്രാസ് ആണ് അമൃത്. ആഴ്സനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി. വെള്ളത്തിൽ നിന്ന് ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായിട്ട് അമൃത് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് IIT മദ്രാസ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ചാമ്പ്യനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകൻ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകനാണ് നിഖിൽ ദേ. നിഖിൽ ദേ. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം. ജല ബജറ്റ് ധർമ്മടമാണ്. ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. AI കുറിച്ച് വ്യക്തമായ അറിവ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നതിനും അവരെ AI ഉപഭോക്താക്കളാക്കാനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് UI, യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI. യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI. ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. നവ കേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. പദ്ധതിയുടെ പേര് ഉറവ തേടി. നവ കേരള മിഷന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി എന്നത്. കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായിട്ട് പരീക്ഷിച്ച ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയുവാൻ കഴിയുന്ന ഉമിനീർ പരിശോധന ടെസ്റ്റ് സിസ്റ്റമാണ് സൊട്ടോക്സ മൊബൈൽ ടെസ്റ്റ്. സൊട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ M. സതീഷ് കുമാർ.
ഡോക്ടർ എം സതീഷ് കുമാർ. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. അവസാനത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരിയാണ് സ്വര പാട്ടിൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.